പെട്ടെന്നൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ടൊമാറ്റോ സോയ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ടൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ജീരകവും കൂടെ ചേർത്തിട്ട് 2 വറ്റൽ മുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് 1 വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് ഷോർട്ടായി വരുമ്പം 1 വലിയ പച്ചമുളകും അതുപോലെ തന്നെ ഒരു ഹാഫ് സവാള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. ഇനി അതിലേക്ക് 1 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരുമ്പം ഒരു 100 ഗ്രാം സോയ ചങ്ക്സ് വേവിച്ചതാണ്, അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നടുക്കൊരു ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കിയാലും മതി. അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഷെസ്വാൻ സോസ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് എടുക്കാം. ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസാണ്. അത് ജസ്റ്റ് ഉപ്പും നാരങ്ങ നീരും മാത്രം ചേർത്ത് വേവിച്ചതാണ്. ഇനി അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റൈസ് റെഡിയായി.